ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹോട്ടൽ രുചിയിൽ നല്ലൊരു തിരുത മീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാട്ടിൽ നിത്യവും കിട്ടുന്ന മീനുകളെ അപേക്ഷിച്ച് ഈ ഒരു തിരുത മീന് അല്പം വിലയൊക്കെ കൂടുതലാണ്. ഈ ഒരു മീനിന്റെ സ്വാദറിഞ്ഞ ആളുകൾ എത്ര വില കൊടുത്തും ഈ ഒരു കറിയെ തയ്യാറാക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചീനവലകളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു മീനെ വാങ്ങിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ തിരുതക്കറിയെ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത്. പാചകമറിയാത്ത എൻ്റെ കൂട്ടുകാർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു രീതി കൂടിയാണ്. ഈ ഒരു മീൻകറിയെ ചോറിനൊപ്പം വിളമ്പാനും അതുപോലെ പുട്ടിനൊപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു മീന് ധാരാളം ചെതമ്പൽ കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ഞാനിന്ന് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്ത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആളുകൾക്ക് വരെ ഈ ഒരു കറിയെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ഹോട്ടൽ രുചിയിൽ നല്ലൊരു തിരുത മീൻകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തിരുത മീൻകറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് മീനെടുത്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പത്തോടു കൂടിയ മീനാണ്, അതും നല്ല ഫ്രഷ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മീനെ കഴുകി നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെക്കാം. ഞാനിന്ന് ഈ ഒരു കറിയെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഹോട്ടൽ രുചിയിലാണ്. ഇതിനായിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 25ഓളം വറ്റൽമുളക്, ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്ത് വയ്ക്കാം. തേങ്ങയൊക്കെ അരച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കറിയെ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ നല്ലതുപോലെ ചൂടായും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ പാചകം വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സവാളയെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതുകൂടെ ചേർക്കണം. കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ആദ്യം ചേർക്കുന്നത്. ഇഞ്ചിയെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ചേർക്കും. നിങ്ങളുടെ കൈവശം കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി എടുത്തോളൂ. പക്ഷേ ഞാനിന്ന് ഈ ഒരു ഹോട്ടൽ രുചിയിലെ കറി ആയതുകൊണ്ടാണ് സവാള എടുത്തിട്ടുള്ളത്. സവാളയെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ പച്ചമുളക് കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് കീറിയതിന് ശേഷം ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ കറിക്ക് ഒരു കാണാനൊക്കെ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പിനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പിനെ മിക്സിയിൽ നല്ല വെണ്ണ പോലെ തന്നെയാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അരച്ച അരപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അരപ്പിനെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ കൈവെള്ളയിലേക്ക് അരപ്പിലെ വെള്ളമയം എല്ലാം നമ്മുടെ കയ്യിലേക്ക് ഒന്ന് പൊട്ടിത്തെറിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് മൂടി വെച്ച് വഴറ്റുന്നതായിരിക്കും നല്ലത്. 2 മിനിറ്റ് നേരം അരപ്പിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരപ്പിന് ആവശ്യമായ വെള്ളമാണ്. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചാറ് നല്ല കട്ടിയിലായിരിക്കുന്നത് കൊണ്ടും ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ ആയിരിക്കണം ഇളക്കി കൊടുക്കേണ്ടത്. അരപ്പിനെ നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയൊന്നും പിരിയാതെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി തിളച്ച് ഒന്ന് വറ്റി എണ്ണമയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെയുമാണ് നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളച്ചൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ കുടപ്പുളിയും കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കൂടെ കട്ട് ചെയ്ത് ചേർക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് എണ്ണമയൊക്കെ ഒന്ന് തെളിഞ്ഞു കിട്ടുന്നതിനായിട്ട് മൂടി വെച്ച് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് മൂടി വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത കറിയിലേക്ക് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളെ ചേർത്ത് കൊടുക്കാം.
കറിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ ഭാഗത്തിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞെല്ലാം പോകാൻ സാധ്യതയുണ്ട്. മീനെ ചേർത്ത് കഴിഞ്ഞാൽ അധികമൊന്നും തിളപ്പിച്ച് ഇതിനെ ഒന്ന് വേവിച്ച് ഉടച്ച് കളയരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറികൾക്ക് ഒരു സ്വാദും ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റെപ്പൊക്കെയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനിതിലേക്ക് ഈ ഒരു മീൻ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൺചട്ടി ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് കറിയെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഒരു 5 മിനിറ്റ് നേരം കൂടെ മൂടി വെച്ച് തിളപ്പിച്ചെടുത്ത കറിയെ ഒന്നുകൂടെ തുറന്നു നോക്കുന്നുണ്ട്. ഒന്നുകൂടി കറിയെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിതിനെ ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ മീൻകറി നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേണം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറിയുടെ എണ്ണമയൊക്കെ ഒന്ന് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമാകുമ്പോഴാണ് നമുക്ക് കറിയെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സമയത്തും നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് മീൻ കഷ്ണങ്ങൾ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില തണ്ടുകൂടെ വെച്ച് കൊടുത്തിട്ട് കറിയെ പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ കറിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം കറിയുടെ മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മീൻ കറി നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കുറുക്കിയ പാകത്തിനാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്ര എളുപ്പത്തിലും എത്ര ടേസ്റ്റിയുമായിട്ടാണ് നമ്മൾ ഈ തിരുത മീൻകറിയെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു മീൻകറിയെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഒരുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ വാക്കുകളുമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്കും എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.